നമസ്കാരം. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തുള്ള മത്സരത്തിലേക്ക് താൻ ഇല്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ വംശജയും കാനഡിയൻ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായ അനിത ആനന്ദ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കാനഡയിൽ പഠിക്കുന്ന ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയോടെയാണ് ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയും നോക്കിയിരുന്നത്. പാർലമെന്റിലേക്ക് ഇനി മത്സരിക്കില്ല എന്നവർ പറഞ്ഞതോടെ തന്നെ നിരാശയിലാണ് ഇന്ത്യൻ വംശജരായ കുട്ടികൾ. ഒരുപാട് കുട്ടികളാണ് കാനഡയിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിസയും അവിടെയുള്ള പഠന സാധ്യതയും ജോലി സാധ്യതയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ വരുമെന്ന ഭയം അവർക്കിപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ്. അവരെ ഇവിടുന്ന് പറഞ്ഞുവിട്ട മാതാപിതാക്കൾക്ക് പോലും സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഈ വാർത്തയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയാം. ലിബറൽ പാർട്ടി തലവനായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ഈ രണ്ട് പദ്ധതികൾക്കും ഉയർന്നു കേട്ട പേരായിരുന്നു അനിതയുടേത്. രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി അക്കാദമി മേഖലയിലേക്ക് മടങ്ങുകയാണെന്ന് അവർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രവേശനത്തിന് മുമ്പ് തന്നെ ടൊറന്റോ സർവകലാശാലയിലെ നിയമ പ്രൊഫസർ ആയിരുന്ന അനിത തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനി VA സുന്ദരത്തിന്റെ മകൻ SV ആനന്ദിന്റെയും പഞ്ചാബുകാരിയായ സരോജ് രാമിന്റെയും മകളാണ്. ഡോക്ടർ ദമ്പതികളായ ആനന്ദും സരോജും കാനഡയിലേക്ക് കുടിയേറ്റവരാണ്. 2019 ട്രൂഡോ മന്ത്രിസഭയിൽ അംഗമായ അനിത പബ്ലിക് സർവീസ് ആൻഡ് പ്രൊക്യൂർമെന്റ് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. 2021 പ്രതിരോധ മന്ത്രിയായി 2024 ട്രാൻസ്പോർട്ട് മന്ത്രിയാവുകയും ചെയ്തു. ഗ്രീൻലാൻഡ്, കാനഡ, പനാമ കനാൽ എന്നിവയെ കുറിച്ചുള്ള ചർച്ചകൾ അടുത്തിടെ ആഗോള ശ്രദ്ധ നേടിയിരുന്ന ഒന്ന് തന്നെയാണ്. കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റിൽ 59ാമത്തെ സംസ്ഥാനമാക്കാനുള്ള സാധ്യതകളും ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അടിമുടി മാറാൻ തന്നെയാണ് കാനഡ തയ്യാറായിരിക്കുന്നത്. ഇങ്ങനെ മാറുമ്പോൾ സംഭവിക്കുന്ന എല്ലാം വിദ്യാർത്ഥികൾക്കുള്ള നഷ്ടമാണ്. അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ നാളത്തെ സമ്പത്ത്, അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ നഷ്ടമാവുകയാണ്. കടങ്ങൾ വാങ്ങിയും ലോൺ എടുത്തും ഒക്കെ കാനഡയിലേക്ക് പോയവർ ഒരുപാട് പേരാണ്. ഇതുവരെ ലോൺ അടച്ചു പോലും തീർക്കാനുള്ള അവസ്ഥ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുമില്ല. ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചർച്ചകൾ ഇതിനെക്കുറിച്ച് ആരംഭിച്ചിട്ടുണ്ട്. കാനഡയുടെ ഭാവിയെക്കുറിച്ച് US-ഉമായുള്ള അതിന്റെ ബന്ധത്തെക്കുറിച്ചും ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഈ കൂടിക്കാഴ്ച കാരണമായിരുന്നു. കൂടിക്കാഴ്ചയിൽ താരിഫുകൾ ഒരു പ്രധാന പ്രശ്നമായി തന്നെ മാറിയിരുന്നു. കാനഡയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് തന്നെ 25% നികുതി ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ സ്ഥിതി കൂടുതൽ വഷളാക്കി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം 2024 ഡിസംബർ 16 കാനഡയുടെ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് മന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇത് 2025 ജനുവരി 6 സ്ഥാനമൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. വിശദമായി അറിയാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ കുറെ പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ട്രൂഡോ ഭരണകാലമെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലിബറൽ ഇമിഗ്രേഷൻ സമയങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം നേടാൻ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ട്രൂഡോയുടെ ഭരണകാലം ഒരു സുവർണ കാലഘട്ടമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ്, സിറ്റിസൺഷിപ്പ് കാനഡയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം 2015 മുതൽ 2024 വരെ ഏകദേശം 1.3 ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി കാനഡ തിരഞ്ഞെടുത്തത്. 2015 31,920 ഇന്ത്യൻ വിദ്യാർത്ഥികളായിരുന്നു കാനഡയിലേക്ക് എത്തിയത്. ഇത് കാനഡയിൽ പഠനത്തിനായി എത്തിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ 14.5% മാത്രമായിരുന്നു. 2023 ആയപ്പോഴേക്കും ഈ സംഖ്യ 2,78,250 ഉയരുകയും ചെയ്തു. ഇത് മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഘടനയായ 6,82,060 40.7% ഉയരുകയും ചെയ്തു. 2024 ഓഗസ്റ്റ് വരെ 3,74,060 അന്തർദേശീയ വിദ്യാർത്ഥികളിൽ 1,37,445 വിദ്യാർത്ഥികൾ കാനഡയിൽ പഠനത്തിന് അനുമതി നേടിയിട്ടുണ്ട്. ഈ വിദേശ വിദ്യാർത്ഥികളുടെ 36.7% വരെ വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്.